അരിക്കൊമ്പനെ നാളെ മയക്കുവെടി വെച്ച് പിടികൂടും. ദൌത്യത്തിന് മുന്നോടിയായുള്ള മോക്ക് ഡ്രില്ലിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. ആനയെ പിടികൂടിയ ശേഷം കൊണ്ടുപോകാൻ പെരിയാർ വന്യജീവി സങ്കേതവും അഗസ്ത്യാർകൂട വനമേഖലയുമാണ് പരിഗണനയിലുള്ളത്. ശ്രീജിത്ത് ചേരുന്നു ചിന്നക്കനാലിൽ നിന്ന്. ശ്രീജിത്ത്, 2:30 തന്നെ ഈ മോക്ക് ഡ്രിൽ ആരംഭിക്കുമോ? ഒപ്പം നാളെ തന്നെ പിടികൂടുക എന്നുള്ള തീരുമാനത്തിലാണ് ദൌത്യ സംഘം. തീർച്ചയായും എൽദോ, നാളെ പിടികൂടാനുള്ള ആലോചനകളാണ് നടക്കുന്നത്. ഇന്നിപ്പോൾ എന്തായാലും വിവിധ വകുപ്പുകളുടെ കൂടി അവലോകന യോഗം കൂടി ഇതിനോടൊപ്പം നടക്കും. മോക്ക് ഡ്രിൽ എന്നത് സ്വാഭാവികമായും എല്ലാ വകുപ്പുകളെയും ഓരോ ഘട്ടത്തിലും ചെയ്യേണ്ട കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക. അതൊരു പൂർണ്ണ തോതിൽ ഡ്രിൽ എന്ന നിലയിൽ ഉണ്ടാകുമോ എന്നുള്ളത് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. കാരണം ഉദ്യോഗസ്ഥർ ഈ ദൌത്യം സംബന്ധിച്ചുള്ള പല കാര്യങ്ങളും വെളിപ്പെടുത്തുന്നില്ല, മാധ്യമങ്ങളോട് പ്രതികരിക്കാനും തയ്യാറാകുന്നില്ല. പ്രത്യേകിച്ച് ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ ഇടപെട്ട ഒരു സംഭവം എന്ന നിലയ്ക്ക് ഈ അരിക്കൊമ്പനെ എവിടേക്ക് കൊണ്ടുപോയാലും ഏത് സമയത്ത് കൊണ്ടുപോയാലും അതൊരു പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന നിലയ്ക്ക് അതൊരു വലിയ രഹസ്യമായി തന്നെ അവർ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2:30 ഈ മോക്ക് ഡ്രിൽ ഉണ്ടാകുമെന്നതാണ് വനംവകുപ്പ് അധികൃതരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അത് ഇവിടെ തൊട്ടടുത്തുള്ള ഫാത്തിമ മാത സ്കൂളിലുണ്ടാകും. ഒപ്പം തന്നെ സിമന്റ് പാലത്തിലും ചില ഡ്രില്ലിന്റെ ചില കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവിടേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനം ഉണ്ടാകുമോ എന്നുള്ളത് തീർച്ചയായും അല്പസമയം കൂടി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും നിലവിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പ്രത്യേകിച്ച് ഈ സിമന്റ് പാലം മേഖലയിൽ തന്നെ അരിക്കൊമ്പൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉണ്ടായിരുന്നു. അത് വെടിവെച്ചു കഴിഞ്ഞാൽ കൃത്യമായ സ്ഥലത്തെത്തിച്ച് വെടിവെക്കാനുള്ള എല്ലാ നീക്കങ്ങളുമാണ്. വാച്ചർമാരടക്കം ഇതിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി. എന്തായാലും നാളെ തന്നെ കാലാവസ്ഥയ്ക്ക് അനുകൂലമായ നാളെ തന്നെ അരിക്കൊമ്പനെ പിടികൂടി പെരിയാറിലോ ഒപ്പം തന്നെ കോട്ടൂർ പോലെ അഗസ്ത്യാർകൂടത്തിന്റെ ഭാഗമായുള്ള കോട്ടൂർ വനമേഖലയിലോ മറ്റോ വിടാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേൾക്കുന്നത്. പക്ഷേ ഇക്കാര്യവും വനംവകുപ്പ് രഹസ്യമായി സൂക്ഷിക്കുകയാണ്. കാരണം അത്തരം കേന്ദ്രങ്ങളിലൊക്കെ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും കാര്യമായി പരിഗണിക്കുന്നത് പെരിയാർ ടൈഗർ റിസർവ് തന്നെയാണ്. കാരണം ശ്രീജിത്ത്, ഒരു സംശയം, ഈ മോക്ക് ഡ്രിൽ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും അരിക്കൊമ്പനെ പിടികൂടുന്ന കാര്യത്തിൽ ഒരു മോക്ക് ഡ്രില്ലിന് ദൌത്യസംഘം തയ്യാറാകുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അതിലൊരു നടപടികൾ? എന്താണ് ശരിക്കും ഡ്രിൽ ചെയ്ത് നോക്കുന്നത് വെടിവെച്ച് ഒരു ആനയെ പിടികൂടുന്ന കാര്യത്തിൽ? അതായത് ഓരോ ഘട്ടത്തിലും ഏത് സ്ഥലത്ത് വെച്ച് വെടിവെക്കുന്നു, അവിടെ ഏതൊക്കെ തരം ഉദ്യോഗസ്ഥർ അതിന് എന്തൊക്കെ തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കണം, അതിനെ വാഹനത്തിൽ കയറ്റുമ്പോൾ കുങ്കിയാനകളുടെ സ്ഥാനം എവിടെയുണ്ടാകണം, കുങ്കിയാനകളെ എവിടെ എത്തിക്കണം, അതിനുശേഷം ഇതിനെ കൊണ്ടുപോകുമ്പോൾ ഏതൊക്കെ വാഹനങ്ങൾ ഫോളോ ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് മോക്ക് ഡ്രില്ലുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതി. പക്ഷെ അത് പൂർണ്ണമായും നമ്മൾക്ക് മാധ്യമങ്ങൾക്ക് കവർ ചെയ്യാൻ ആകുമോ എന്നുള്ളത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. വനംവകുപ്പ് അധികൃതർ ഇനിയും അതിലൊരു വ്യക്തത വരുത്തിയിട്ടുമില്ല. എന്തായാലും സിമന്റ് പാലം മേഖലയുമായി ബന്ധപ്പെട്ട് ഇതുണ്ടായേക്കുമെന്നുള്ള സൂചനകളാണ് നൽകുന്നത്. മാധ്യമങ്ങൾക്ക് ഒരു പരിധിവരെ പ്രവേശനം ഉണ്ടാകുക ഈ ഫാത്തിമ മാതാ സ്കൂളിൽ നടക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട ഓരോ വകുപ്പുകളെയും അല്ലെങ്കിൽ ഫോറസ്റ്റിന് ഓരോ ഉദ്യോഗസ്ഥർക്കുമുള്ള ചുമതലകൾ വീതം വെച്ച് നൽകുകയും അവരുടെ കാര്യങ്ങൾ ഒന്നുകൂടി ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു യോഗമായിരിക്കും. അത് ഏതാണ്ട് 2:30 ആരംഭിക്കും. ഈ ഡ്രില്ല് സംബന്ധിച്ച് അതുണ്ടാകുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ ദൃശ്യങ്ങൾ എടുക്കാനോ അതെങ്ങനെ എന്ന് കൃത്യമായി ജനങ്ങളെ കാട്ടിക്കൊടുക്കാനോ നമ്മൾക്ക് അനുമതി നൽകുമോ എന്നുള്ളത് തീർച്ചയായും കാത്തിരുന്നു തന്നെ കാണണം.